നോക്കെത്താ ദൂരമുണ്ട് ഗോതമ്പ് പാടങ്ങൾ. പലതിലും വിളവെടുപ്പ് കഴിഞ്ഞു. അതിനിടയിൽ മധ്യപ്രദേശിലെ ഗ്വാളിയോർ ജില്ലയിലുള്ള പനിഹാർ ഗ്രാമത്തിൽ നിലനിൽപ്പിന് വേണ്ടി ഒരു കുടുംബം ഗോതമ്പ് ചെത്തി മാറ്റുകയാണ്. പൊള്ളുന്ന വെയിലാണ്. എന്നിട്ടും ദീക്കാറാമിനെയും കുടുംബത്തെയും വയലിലേക്ക് എത്തിച്ചത് വിശപ്പിന്റെ രാഷ്ട്രീയമാണ്. അതുകൊണ്ടാണ് അയാൾ ചെയ്ത ജോലിക്ക് പകരം കൂലിയായി ധാന്യം മാത്രം ആവശ്യപ്പെടുന്നത്. ദീക്കാറാം കർഷകനാണ്, കർഷക കുടുംബമാണ്. പക്ഷെ സ്വന്തം നിലമില്ല. നിലനിൽപ്പിനായി നെട്ടോട്ടം. कुछ नहीं देते किसान लोग, क्या कटाई करते हैं, मेहनत करते हैं, तब मनते मन चुनाव आ रहा है तो वोट डालना पड़ेगा। सरकार को हम तो वोट देते तो कुछ ना देते मन खा. മണിക്കൂറുകൾ നീണ്ട ജോലി. സഹായത്തിന് ഭാര്യ, മക്കൾ, കൈക്കുഞ്ഞുങ്ങളെയും കൊണ്ട് ഉച്ചവെയിലും പാടത്ത് ജോലി. ഗോതമ്പ് മുഴുവൻ ചെത്തി മുതലാളി വരുമ്പോൾ ഏൽപ്പിച്ചാൽ നിശ്ചിത അളവിൽ തങ്ങൾക്കും ലഭിക്കും. പൈസ ആവശ്യപ്പെടാറില്ല. വിശപ്പ് മാറാനും ഒരു പരിധിവരെ ദാരിദ്ര്യം അകറ്റാനും ഈ കിട്ടുന്ന ഗോതമ്പ് സഹായിക്കും. മറ്റു കൂലിപ്പണികൾ ചെയ്ത് കിട്ടുന്ന പണം കൊണ്ട് ബാക്കി ചിലവ്. കൂലിപ്പണിക്ക് ലഭിക്കുന്നത് വളരെ തുച്ഛമായ പണമാണ്. ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും അതിരൂക്ഷം. ഗ്വാളിയോറിന്റെ ഉൾഗ്രാമങ്ങളിൽ വലിയൊരു ശതമാനം ആളുകൾ വയലുകളിൽ പണിയെടുത്ത് അവിടെ നിന്ന് ലഭിക്കുന്ന ധാന്യം കൊണ്ട് ജീവിക്കുന്നു. ഇവരാരും സമരമിരുന്നിട്ടില്ല. വിശപ്പകറ്റൂ, വെള്ളം തരൂ, ജോലി തരൂ എന്നുള്ളത് മാത്രമാണ് തൊഴിലാളിയുടെ ആവശ്യം. എന്നാൽ അതിനും മുകളിലാണ് ഹിന്ദി ഹൃദയഭൂമിയിൽ ഉയർന്നു കേൾക്കുന്ന ജാതി രാഷ്ട്രീയത്തിൻ്റെ ശബ്ദം. ആ ശബ്ദത്തിനും മുകളിൽ ഇത്തവണ ബൂത്തുകളിൽ വീഴുന്ന ഓരോ വോട്ടും അടിസ്ഥാന വർഗത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ആയിരിക്കുമോ എന്നുള്ളതാണ് അറിയാനുള്ളത്. ഗ്വാളിയോറിൽ നിന്നും ജഗദീഷ് ബിഷ്ണൊപ്പം അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്.